അപ്പൊ പോവാല്ലേ? ഓക്കെ. ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ചുമ്മാ വിളിച്ചപ്പോൾ എനിക്കൊരാഗ്രഹം അതിരപ്പള്ളി വാട്ടർഫോൾ കണ്ടാലോ എന്ന്. അപ്പോൾ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ വാട്ടർഫോളാണ് അതിരപ്പള്ളി വാട്ടർഫോൾ. അപ്പോൾ ഞാൻ നേരെ വണ്ടി എടുത്ത് അതിരപ്പള്ളിക്ക് വിട്ട് ഇപ്പോൾ അങ്കമാലിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഏകദേശം എത്താറായിട്ടുണ്ട്. ഇപ്പോൾ നേരെ ചെല്ലുന്നത് ഏഴാറ്റുപുഴ ചെക്ക് പോസ്റ്റിലേക്കാണ്. ഏഴാറ്റുപുഴ ചെക്ക് പോസ്റ്റിൽ നമ്മുടെ വണ്ടി നമ്പറും അതുപോലെ തന്നെ പേരും പറഞ്ഞു കൊടുത്താൽ അവരവിടെ രജിസ്റ്റർ ചെയ്യും. എന്നിട്ട് വേണം നമുക്ക് അകത്തേക്ക് കയറാനായിട്ട്. അപ്പോൾ ഞാൻ ഏഴാറ്റുപുഴ ചെക്ക് പോസ്റ്റിൻ്റെ ഫ്രണ്ടിലെത്തി. ഇനി ഞാൻ പോയി രജിസ്റ്റർ ചെയ്തിട്ട് വരാം. എന്നിട്ട് വേണം അകത്തേക്ക് നമുക്ക് പോകാനായിട്ട്. KL07 DE 3799 ജയകൃഷ്ണൻ. കേട്ടില്ല. 75 പറയാം. തിരുച്ചി വഴി വരാണ്. അപ്പോൾ ഇവിടുത്തെ പ്രൊസീജിയറെല്ലാം കഴിഞ്ഞ് നമ്മളിനി നേരെ പോകാൻ പോകുന്നത് അതിരപ്പള്ളിക്കാണ്. അപ്പോൾ ഈ പോകുന്ന വഴി എന്ന് പറയുന്നത് ഒരു കാട്ടുവഴിയാണ്, അതായത് ഒരു ഫോറസ്റ്റ് റൂട്ടാണ്. ഇവിടേക്ക് 6 മണി കഴിഞ്ഞാൽ ഇവിടേക്ക് പ്രവേശിക്കാൻ പറ്റില്ല. ഇവിടെ ചെക്ക് പോസ്റ്റ് ക്ലോസ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് 6 മണിക്ക് മുമ്പായിട്ട് നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകണം. ഞാൻ തനിച്ചല്ല പോകുന്നത്, എൻ്റെ കൂടെ ഒരാൾ കൂടി ഉണ്ട്. അയാൾ ഈ വീഡിയോയിൽ എക്സ്പോസ് ചെയ്യേണ്ട എന്ന് പറഞ്ഞ്, അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ അയാളെ കാണിക്കുന്നില്ല. ജനവാസം വളരെ കുറഞ്ഞൊരു ഏരിയയാണിത്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ വണ്ടി അധികം നേരം നിർത്തിയിടാനൊന്നും പാടില്ല. കാരണം വന്യമൃഗങ്ങളുടെ സാന്നിധ്യം ഇവിടെ എപ്പോഴും ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അധികം നേരം വണ്ടി ഒന്നും നിർത്തിയിടാൻ പാടില്ല, ഫോട്ടോസ് എടുക്കാൻ പാടില്ല എന്നാണ് നമ്മുടെ അടുത്ത് അവിടെ നിന്ന് ചെക്ക് പോസ്റ്റിൽ നിന്ന് പറഞ്ഞത്. ഈ ഒരു വഴിയിലേക്ക് തിരിഞ്ഞാൽ നമുക്ക് ഏഴാറ്റുമുഖത്തേക്ക് പോകാൻ പറ്റും. ഏഴാറ്റുമുഖം ഭയങ്കര മനോഹരമായ സ്ഥലം തന്നെയാണ്. നമ്മൾ അവിടെയും ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. പക്ഷേ ഇന്ന് നമുക്ക് സമയത്തിൻ്റെ ആ ഒരു പരിമിതി ഉള്ളതുകൊണ്ട് നമുക്ക് അവിടെ ഇറങ്ങാൻ പറ്റില്ല. നമ്മൾ നേരെ അതിരപ്പള്ളിക്കാണ് പോകുന്നത്. ഇവിടുന്ന് റോഡ് കുറച്ച് മോശമാണ്. കുറച്ച് കട്ടറും കാര്യങ്ങളൊക്കെ ഉള്ള റോഡിൽ കൂടെയാണ് നമുക്കിനി പോകാനായിട്ട്. നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന കട്ടറും കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ എന്നാലും അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് നമുക്ക്. കാരണം അവിടെ നിന്ന് നമുക്ക് കുറേ നേരം നമ്മൾ നല്ല റോട്ടിൽ കൂടെ വന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഇത് കാണുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ടൊക്കെ ഫീൽ ചെയ്യും. നിങ്ങൾ ആരെങ്കിലും അതിരപ്പള്ളിക്ക് പോകുന്നുണ്ടെങ്കിൽ ഏഴാറ്റുകുളം എന്ന് പറഞ്ഞ ആ ഒരു ഗ്രാമം ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. എനിക്കിത് സമയത്തിൻ്റെ ഒരു പരിമിതി ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാനവിടെ ഇറങ്ങാതെ നേരെ പോകുന്നത്. നിങ്ങൾ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അതിരപ്പള്ളിക്ക് പോകുമ്പോൾ ഏഴാറ്റുകുളത്ത് ഇറങ്ങി കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. ഇറങ്ങൂ സഹോദരി.
ഈ കാണുന്ന പാലം ചെന്ന് നിൽക്കുന്നത് സിൽവർ സ്റ്റോമിൻ്റെ ഫ്രണ്ടിലാണ്, അതായത് അമ്യൂസ്മെൻറ്റ് പാർക്കായ സിൽവർ സ്റ്റോമിൻ്റെ ഫ്രണ്ടിലേക്ക്. അതാണ് സിൽവർ സ്റ്റോം. ഇവിടെ നമുക്ക് റൈറ്റാണ് പോകേണ്ടത്, മനസ്സിലായോ? ഇത് സിൽവർ സ്റ്റോം, എന്നാൽ റൈറ്റ് വേണം. ഇങ്ങോട്ട് കഴിഞ്ഞാൽ ചാലക്കുടി, നമുക്ക് പോകേണ്ടത് ഇങ്ങോട്ട്. അങ്ങനെ ഫൈനലി നമ്മൾ അതിരപ്പള്ളി വാട്ടർഫോളിലെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ എത്തി. ഈ നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് ഇനി അതിരപ്പള്ളി വാട്ടർഫോളിലേക്ക് ഇറങ്ങാനായിട്ട്. അപ്പോൾ നമ്മളിവിടെ പോയി ടിക്കറ്റ് എടുക്കണം, എന്നിട്ട് അകത്തേക്ക് കുറച്ചും കൂടെ പോകണം, എന്നിട്ട് വേണം നമുക്ക് അവിടെ ടിക്കറ്റ് കാണിച്ചിട്ട് വാട്ടർഫോളിലേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. വെള്ളച്ചാട്ടത്തിലേക്ക് അതിരപ്പള്ളി രണ്ടാണ്. അഞ്ചില്ല 10 ഉണ്ട്. എനിക്ക് ടോട്ടൽ ടിക്കറ്റിന് ചിലവായത് 135 രൂപയാണ്. അതായത് 2 അഡൾട്ടിനും ഒരു 2 വീലറിനും ചേർത്ത് 135 രൂപ. അതായത് ഒരു അഡൾട്ടിന് 60 രൂപയും 2 വീലറിന് 15 രൂപയാണ് ഇവിടുത്തെ ചാർജ്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് നേരെ നിന്നത് ഈ ഒരു സ്പോട്ടിലാണ്. ഇവിടെ നമുക്ക് വാട്ടർഫോൾ കുറച്ച് ദൂരെ നിന്ന് കാണാൻ കഴിയും. ഇവിടെ കുറേ കുരങ്ങന്മാരുണ്ട്, അപ്പോൾ അവരെ നമ്മൾ സൂക്ഷിക്കാം. ഇതാണ് വാട്ടർഫോളിൻ്റെ എൻട്രി. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ ടിക്കറ്റ് കാണിച്ചിട്ട് വേണം നമുക്ക് ഇവിടെ നിന്ന് അകത്തേക്ക് പ്രവേശിക്കാനായിട്ട്. ഇവിടെ നിന്ന് ഇനി കുറച്ച് അകത്തേക്ക് നമുക്ക് നടക്കാനുണ്ട്, എന്നിട്ട് വേണം നമുക്ക് വാട്ടർഫോൾ എത്താനായിട്ട്. അപ്പോൾ നമുക്ക് കുറച്ച് അകത്തേക്ക് നടക്കാം. ഇവിടെ നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ വാട്ടർഫോളിൻ്റെ മേളിൽ നിന്നുള്ള വ്യൂ കാണാം. റൈറ്റിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് താഴെ നിന്നുള്ള വ്യൂ കാണാൻ പറ്റുകയും ചെയ്യും. ഇതാണ് മേളിൽ നിന്നുള്ള വ്യൂ. വെള്ളം കുറവാണ്, മഴക്കാലമൊക്കെ നല്ല വെള്ളം ഉണ്ടാവും. നമുക്കിപ്പോൾ ഇറങ്ങാനൊന്നും പാടില്ല ഇതിനകത്ത്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ കമലഹാസൻ്റെ ഏതൊരു സിനിമയിൽ കണ്ടിട്ട് ഹട്ടാണെന്നാണ് തോന്നുന്നത്. എനിക്ക് ഉറപ്പില്ല, ഞാൻ കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ നമുക്കിനി താഴെ നിന്നുള്ള വ്യൂ കാണാൻ വേണ്ടി പോകാം. ഇത് കുറച്ച് ടാസ്ക്കാണ്, കാരണം ഒരു വലിയ മലയുടെ താഴെ നമ്മൾ ഇറങ്ങിയിട്ട് വേണം കാണാൻ വേണ്ടി പോകാൻ. അപ്പോൾ എന്തെങ്കിലും ഫിസിക്കലി ബുദ്ധിമുട്ടുള്ള ആൾക്കാർ കഴിവതും ഒഴിവാക്കാൻ ശ്രമിക്കുക, കാരണം അത്യാവശ്യം നല്ല തന്നെ സ്ട്രഗിൾ ചെയ്യേണ്ട വരും. ഇപ്പോൾ ഒന്നാമത്തേന് ചൂടുണ്ട്, ഇവിടെ അത്യാവശ്യം നല്ല ചൂടുണ്ട്. അപ്പോൾ ചൂടത്തും കൂടെ വന്നു കഴിയുമ്പോഴത്തേക്കും കുറച്ചും കൂടെ വയ്യാണ്ടാവും. മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക. പിന്നെ ഇവിടെ ഇങ്ങനെ ഇരിക്കാനൊക്കെ ഉള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. നമുക്കപ്പോൾ ഇവിടെ ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് പതുക്കെ പോയാൽ മതി. പിന്നെ ഇവിടെ ഈ കഴിവതും പ്ലാസ്റ്റിക് കിട്ടിയിട്ട് പോകാതിരിക്കുക, കാരണം ഇപ്പോൾ ആരും ഇട്ടിട്ട് പ്ലാസ്റ്റിക്കാണ്, ഇതൊക്കെ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഫൈനലി നമ്മൾ താഴെ എത്തി. ഇതിൽ നമുക്ക് വ്യൂ അടുത്തുനിന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് വാട്ടർഫോളിൻ്റെ താഴെ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത്. മഴക്കാലം അല്ലാത്തതുകൊണ്ടാണ് വെള്ളം കുറവ്, അല്ലെങ്കിൽ ഇത് ഫുള്ളിൽ ഇങ്ങനെ കവറായിട്ട് വാട്ടർ ഫോളോ ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് ഇതിന് അടുത്ത് നിൽക്കാൻ പറ്റില്ല, മഴ പെയ്യണ പോലത്തെ എഫക്റ്റ് ആയിരിക്കും. അപ്പം അങ്ങനെയാണ് കാര്യം.